ബട്ടർ ചിക്കൻ കുറേ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ എന്തായാലും ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചപ്പാത്തിയിലൊക്കെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അധികം എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ എടുത്തിട്ട് മസാല പുരട്ടി പൊരിച്ചെടുത്തിട്ട് ആദ്യം തന്നെ. എന്നിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിലോ നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്, ബട്ടറാണ് ഏറ്റവും നല്ലത്, എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മളെ പച്ചക്കറിയെല്ലാം ഉള്ളി തക്കാളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല അങ്ങനെയുള്ള പൊടികളെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും കൂടെ ഇട്ടിട്ട് അതും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് യോജിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രഷ് ക്രീമും കുറച്ച് ഒഴിച്ചിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് തിളച്ചാൽ ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കസൂരി മേത്തിയും പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടെ കുറച്ചിട്ടാൽ സംഭവം സെറ്റാണ്. ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടോ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും ഉണ്ടാക്കും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം.